ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. ഇന്ന് നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഒരു 3 കിലോ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ ഹസ്ബൻഡാണ് ഇതിപ്പോൾ ചെയ്യണത്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തേക്കും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ചിക്കനിലേക്ക് നല്ലോണം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 10 പച്ചമുളകും അതേപോലെ തന്നെ ഒരു 5 അല്ലി ചെറിയ ഉള്ളിയും നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയിട്ടാ. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനൊന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ ഇതേ നമ്മളതിനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചീഞ്ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3 കഷ്ണം ഏലക്കായ, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 8 ഗ്രാമ്പു എന്നിവ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കിയാലാണ് അതിലുള്ള ആ ഒരു നല്ല ഫ്ലേവർ നമ്മുടെ ഈ കറിക്കൊക്കെ കിട്ടുള്ളൂ. അത് കാരണം ഇതൊക്കെ നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ കറിയിലേക്ക് നമ്മുടെ ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അത് കാരണം നിങ്ങൾ എന്ത് മസാലകൾ കറിയിൽ ചേർക്കുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് ലഭിക്കുള്ളൂ. ഇപ്പോൾ അതേ ഈ ഏകദേശം ഈ പെരിഞ്ജീരകമൊക്കെ നല്ലോണം ഒന്നിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് അത് ഏകദേശം ഇങ്ങനെ പൊട്ടി വരണ പോലെ തോന്നും. ഇപ്പോൾ അതേ അതൊക്കെ നല്ലോണം ഇങ്ങനെ കടുക് പൊട്ടണ പോലെ ഈ പെരിഞ്ജീരകം ഇങ്ങനെ ഏകദേശം പൊട്ടി വരും. ഇനി ഇതേ നമ്മളതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. എന്നിട്ട് അതിനൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. നമ്മളൊരു പ്ലേറ്റിൽ അതിനെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഈ മല്ലിപ്പൊടി ആണെങ്കിലും നമ്മൾ അതിനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ചിക്കൻ കറിക്ക് കിട്ടും. ഇപ്പോൾ അതേ ഏകദേശം മല്ലിപ്പൊടിയുടെ നിറമൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇനി ആ സമയത്ത് നമ്മളിതിലേക്ക് സാധാരണ മുളക് പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കാരണം നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ അതേ നമ്മുടെ ഈ മല്ലിപ്പൊടിയുടെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയും ആ ഒരു പച്ചമണമൊക്കെ ഏകദേശം ഒന്നിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരെണ്ണം ഷെയർ ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കണം. ഇനി ഇതേ നമ്മളിതിലേക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പും പലതരത്തിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ചിക്കൻ്റെ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കണം. ഇനി ഇതേ നമ്മൾ ആ പൊടികളൊക്കെ ഒന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇല്ലേ, വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി, ഇതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള മിക്സ് നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെയും ഏകദേശം ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കിതിനെ നല്ലോണം ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ സിമ്പിൾ ചിക്കൻ കറി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ചിക്കൻ കറി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ആ റെസിപ്പികളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇപ്പോൾ ഇതേ അതിങ്ങനെ നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ നമ്മൾ നേരത്തെ പൊടികൾ നമ്മളൊന്ന്
ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, മല്ലിപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ ചിക്കൻ മസാല, ആ പൊടികളുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചി, പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കണ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം അങ്ങനെയുള്ള ആ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള മിക്സ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മസാലക്കൂട്ടും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ആ ഗ്രാമ്പൂവിൻ്റെയും ഏലക്കായുടെയൊക്കെ നല്ലൊരു സ്മെല്ല് ഈ സമയത്ത് തന്നെ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു കറി ആക്കുമ്പോൾ ആ കറിയിൽ എന്താ പറയുക മുന്നിൽ തന്നെ നിൽക്കുന്നത് നമ്മുടെ ഈ ഗ്രാമ്പൂവിൻ്റെയും ഏലക്കായുടെയൊക്കെ നല്ലൊരു സ്മെല്ലാവും. ഇനി ഇതിനെ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു ചെറിയൊരു സവാളയാണ്, അതിങ്ങനെ നീളനെ അരിഞ്ഞിട്ടുള്ളതാണ്, അതിനെ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സവാളയുടെ ആ നിറമൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണ വരെ നമുക്കിതിനെ നല്ലോണം ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതേ അതിൻ്റെ നിറമൊക്കെ ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ആ സമയത്ത് നമ്മൾ നേരത്തെ എല്ലാ മസാലകളും ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക, എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ഈ ചിക്കൻ വെച്ചാർന്ന പാത്രത്തിൽ ബാക്കി ഇതിൻ്റെ മസാലകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതേ നമ്മൾ സവാളയൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതേ നമ്മൾ നേരത്തെ വെച്ചാർന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഏകദേശം ഒരു 2 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനൊക്കെ വേഗം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ അതേ കണ്ടില്ലേ, അതിങ്ങനെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്, പകുതി വേവാട്ടം ആയിട്ടുള്ള. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് നാളികേരക്കൊത്താണ് ചേർക്കുന്നത്. നമ്മുടെ ഈ ചിക്കൻ കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൽ നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അതേ നമ്മളിതിലേക്ക് നാളികേരക്കൊത്തിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് മല്ലിയുടെ ഇല തന്നെ വേണമെന്നില്ല, കറിവേപ്പിൻ്റെ ഇലയായാലും മതി. എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളവും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളവും എല്ലാം കൂടിയിട്ട് നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ ഇതിൽ. ഇതിങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ വറ്റിയിട്ടൊന്ന് കുറുകി വരണം, എന്നാലാണ് നമ്മുടെ കറി റെഡി ആവുള്ളൂ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന്. ഇനി ഇതേ നമ്മളിതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മുടെ ഈ ചിക്കൻ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലോണം ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കേട്ടോ നമ്മുടെ ഈ ചിക്കൻ കറിക്ക്. അപ്പോൾ അത് കാരണമാണ് അതിപ്പോൾ ചേർത്തിട്ടുള്ളത്. അതിപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ ഓൾറെഡി സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ ഏകദേശം നല്ലോണം തന്നെ ഉണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഇപ്പോൾ നമ്മളതിനെ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ കണ്ടില്ലേ, അതിങ്ങനെ നല്ലോണം വറ്റി വരുന്നുണ്ട്. കണ്ടോ, എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗത്തും കണ്ടില്ലേ, അതിലുള്ള വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ഒന്നിങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചാണ് വേണ്ടത്. നമ്മുടെ ചിക്കൻ കറി ശരിയായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉള്ളി കാച്ചണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 അല്ലി ചെറിയ ഉള്ളി ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഉള്ളിയുടെ കളറൊക്കെ ഇങ്ങനെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ കറി നല്ലോണം കണ്ടില്ലേ, എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായത് നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ ചെറിയ ഉള്ളി താളിച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ അതിൻ്റെ ടേസ്റ്റ്. കണ്ടില്ലേ, ആ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിലെന്ന് പറയുമ്പോൾ നാളികേരക്കൊത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ മസാലക്കൂട്ടിൻ്റെയും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.